ഓക്കെ, നമ്മളപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പോവാണ്. ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോവത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇപ്പം ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, ഇവിടെ ക്യാപ്റ്റൻ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണെന്ന് നമുക്കറിയാം, എബ്രഹാം ലിങ്കനെയാണ്. ഇവിടെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് റെഫർ ചെയ്യുന്നത്. ലിസ്റ്റ് എ ഫ്യൂ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ദാറ്റ് യു തിങ്ക് ആർ ഇമ്പോർട്ടൻറ്റ്. ഹും ഡു യു കൺസിഡർ ടു ബി എ ഗ്രേറ്റ് ലീഡർ. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾ കുറച്ച് ലീഡേഴ്സിൻ്റെ പേര് പറയൂ, ആരാണ് ഏറ്റവും മികച്ച ഒരു ലീഡറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, ഹും ഡു യു കൺസിഡർ ടു ബി എ ഗ്രേറ്റ് ലീഡർ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ദാറ്റ് എ ഗ്രേറ്റ് ലീഡർ ഷുഡ് ഹാവ്. ഒരു ഗ്രേറ്റ് ലീഡറിന് വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു പോവം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റഫറാണ്. ഒരു മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ മെറ്റഫർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസാണ് എന്ത്, മെറ്റഫർ. മെറ്റഫറിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആളാണ് ആര്, നമ്മുടെ സിമിലി. പക്ഷേ സിമിലിയുടെ വ്യത്യാസം എന്താ, സിമിലി നമ്മൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുമ്പോൾ സിമിലി ആണെങ്കിൽ പോലെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ലൈക്കും ആസും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും, പോലെ എന്ന അർത്ഥത്തിൽ. പക്ഷെ മെറ്റഫർ ആണെങ്കിൽ അതൊരിക്കലും എന്തല്ല, ലൈക്കും ആസും വെച്ചിട്ട് പോലെ എന്നല്ല, അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയലാണ് എന്ത്, മെറ്റഫർ. അപ്പോൾ ഈ ഒരു പോവത്തിൽ നമ്മൾ ത്രൂ ഔട്ട് കാണുന്നത് ഏത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റഫറാണ് കേട്ടോ. അത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാണ്. നമുക്ക് നോക്കാം. ദ പോവം ഈസ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റഫർ അബൌട്ട് ദ, എന്തിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോവത്തിൽ പറയുന്നത്, അസാസിനേഷൻ ഓഫ് 16th അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ. ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത് അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ അസാസിനേഷനാണ്. അതായത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു, മരണമാണ്, അദ്ദേഹത്തിൻ്റെ മരണമാണ് ഇതിൽ കാണുന്നത്, കൊലപാതകം. ദ പോവം ഈസ് ഇൻ ദ ഫോം ഓഫ് എ സോങ് സങ് ബൈ എ സെയിലർ whose celebration is rudely ended by the death of his captain. സോ ഈ ഒരു കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു സോങ്ങിൻ്റെ രൂപത്തിലാണ് ഈ പോവം, ഒരു പാട്ടിൻ്റെ രൂപത്തിലാണ് ഒരു പോവുള്ളത്. ഈ ഒരു സോങ് അതൊരു ക്വസ്റ്റ്യനായിട്ട് വരാം. ഈ സോങ് ശരിക്കും പാടുന്നത് ആരാണ്, ഒരു സെയിലറാണ്. ആരാ സെയിലർ എന്ന് പറഞ്ഞാൽ നാവികൻ അല്ലേ, ഒരു കപ്പലിലെ ജോലിക്കാരൻ അല്ലെങ്കിൽ സെയിലർ, നാവികനാണ് ഈ ഒരു സോങ് പാടുന്നത്. അപ്പോൾ എന്താ ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത, ഹു സെലിബ്രേഷൻ ഈസ് റൂട്ട്ലി എൻഡഡ് ബൈ ദ ഡെത്ത് ഓഫ് ഹിസ് ക്യാപ്റ്റൻ. അപ്പോൾ നമ്മളിതിൽ കാണുന്നത് അമേരിക്ക ആ വാറ് ജയിക്കുന്നു. ഇവിടെ റെഫർ ചെയ്യുന്ന ആ ഒരു വാറ് എന്ന് പറയുന്നത് അമേരിക്കൻ സിവിൽ വാറാണ്. അമേരിക്കൻ സിവിൽ വാർ ജയിക്കുന്നു എന്ന പോലെ തന്നെ ഇവിടെ ക്യാപ്റ്റൻ എന്താ പറയുക, ഷിപ്പിൽ എന്തോ ഒരു വിക്ടറി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിലർസ് ആഘോഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെയിലർ ആഘോഷിക്കേണ്ട സമയമാണ്, ഒരുപാട് സന്തോഷമുള്ള സമയമാണ്. പക്ഷെ ആഘോഷിക്കാനായിട്ട് നമ്മുടെ സെയിലറിന് സാധിക്കുന്നില്ല. അതിന് കാരണം എന്താ, ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അൺഫോർച്ചുനേറ്റ്ലി ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ മരിച്ചുപോയി, മരണപ്പെട്ടു. അതുകൊണ്ട് സെയിലർക്ക് വിക്ടറി ആഘോഷിക്കാനായിട്ട് പറ്റുന്നില്ല. അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ആരാണ്, നമ്മുടെ ഇതിൻ്റെ പോയിറ്റ് ഏതാണ്, വോൾട്ട് വിറ്റ്മാൻ ആണ്. പോയിറ്റ് ആരാണ്, വോൾട്ട് വിറ്റ്മാൻ ആണ്. അക്കോർഡിംഗ് ടു ദ പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ ദ വിക്ടറി ഓഫ് ദ യൂണിയൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജയിച്ചു, സിവിൽ വാറിലെ യുദ്ധത്തിൽ ജയിച്ചു. ബട്ട് ദ ക്യാപ്റ്റൻ ഹു ലെഡ് അമേരിക്ക ഡ്യൂറിങ് ദ ഇയേഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഈസ് ഡെഡ്. പക്ഷേ ഇത്ര നാളും അമേരിക്കയെ ലീഡ് ചെയ്ത ക്യാപ്റ്റൻ ആരാണ്, ആ ക്യാപ്റ്റൻ എബ്രഹാം ലിങ്കൻ ഈസ് നോ മോർ, മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പോവത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്ക് നോക്കാം. ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ അവർ ഫിയർഫുൾ ട്രിപ്പ് ഈസ് ഡൺ. The ship has weathered every rack, the prize we sought is won. The port is near, the bells I hear, the people all exulting. While follow eyes the steady keel, the vessel grim and daring. But oh heart, oh the bleeding drops of red, were on the deck my captain lies, fallen cold and dead. Oh captain, my captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle thrills,
For you the bouquet and the ribbon wreaths, for you the shores are crowding. For you they call the swaying mass, their eager faces turning. Here, Captain, dear father, this arm beneath your head. It is some dream that on the deck you have fallen cold and dead. My captain does not answer. His lips are pale and still. My father does not feel my arm. He has no pulse nor will. The ship is anchored safe and sound, its voyage closed and done. From fearful trip the victor ship comes in with the object won. Exult, O shores, and ring, O bells, but I with mournful tread walk the deck. My captain lies cold, fallen cold and dead. നോക്കാം, ഇവിടെ വിളിക്കുകയാണ്. എന്തെന്നാ വിളിക്കുന്നേ? ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. ആരെയാണ് അവിടെ റെഫർ ചെയ്യുന്നത്? അബ്രഹാം ലിങ്കനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ളത് പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അപ്പോസ്ട്രോഫി. നമ്മൾ ഒരാളെ ഡയറക്റ്റായിട്ട് പോയത്തിൽ റെഫർ ചെയ്യുമ്പോൾ അത് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആരെയാണ് വിളിക്കുന്നത്? ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ എന്ന് അബ്രഹാം ലിങ്കനെ. എന്നിട്ട് പറയാണ് അവർ ഫിയർഫുൾ ട്രിപ്പ് ഈസ് ഡൺ. നമ്മുടെ ഫിയർഫുള്ളായിട്ട് ഭയപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള ട്രിപ്പ് ഇവിടെ ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഫിയർഫുൾ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? അമേരിക്കൻ സിവിൽ വാറിനെയാണ്. എന്താണ്? അമേരിക്കൻ സിവിൽ വാറാണ്. സോ ഫിയർഫുൾ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദ ഷിപ്പ് ഹാസ് വെതേർഡ് എവരി റാക്ക്. ഷിപ്പ് എന്താണ്? ആ ഒരു ഷിപ്പ്. ദ ഷിപ്പ് ഹാസ് വെതേർഡ് എവരി റാക്ക്. ഏതാണ് ഷിപ്പ്? അവിടുത്തെ ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഷിപ്പ് ഹാഡ് വിത്ത് വെതേർഡ്. വെതേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് സ്റ്റുഡ് എവരി റാക്ക്. ഒരു പ്രശ്നവുമില്ലാതെ ഷിപ്പ് രക്ഷപ്പെട്ടു. ദ പ്രൈസ് വി സോട്ട് ഈസ് വോൺ. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പ്രൈസ് നമുക്ക് ലഭിച്ചു. ദ പോർട്ട് ഈസ് നിയർ. ഇപ്പോൾ പോർട്ട് എന്തായി? അടുത്തെത്തി. ദ ബെൽസ് ഐ ഹിയർ. ഞാൻ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നു. ദ പീപ്പിൾ ഓർ എക്സൾട്ടിങ്. ബെൽസ്, മണി മുഴങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. അപ്പം മണി, ബെല്ല് അവിടെ എന്തിനെ റെഫർ ചെയ്യുന്നു? ആ വിക്ടറി, ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആ ഒരു വിജയാഘോഷമാണ് അവിടുത്തെ ബെല്ല്. ദ പീപ്പിൾ ഓർ എക്സൾട്ടിങ്. പീപ്പിൾ ഓർ എക്സൾട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? സെലിബ്രേറ്റിംഗ് വിക്ടറി. എല്ലാവരും അമേരിക്കയുടെ വിജയം ആഘോഷിക്കുന്നു. While follow eyes the steady keel, the vessel grim and daring. എന്ന് പറഞ്ഞാൽ എന്താ? While follow eyes the steady keel. കീൽ എന്ന് പറഞ്ഞാൽ എന്താ? The central lengthwise structure at the base of a ship. ഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. സപ്പോർട്ട്സ് എ ഫ്രെയിംവർക്ക്. The vessel grim and daring. വെസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷിപ്പാണ്. സീരിയസ്. ഷിപ്പ് എങ്ങനെയാണ്? ഗ്രിം ആൻഡ് ഡയറിങ്. പിന്നെന്താ പറയുന്നത്? ബട്ട് ഓ ഹാർട്ട്, ഹേർട്ട്, ഹേർട്ട്, ഓ ദ ബ്ലീഡിങ് ഡ്രോപ്സ് ഓഫ് റെഡ്. ഇപ്പോൾ പറയാണ്, ഹൃദയത്തിനോട് പറയാണ്, ഹൃദയമേ, ഹൃദയമേ, 3 തവണ പറയാണ്. ഓ ദ ബ്ലീഡിങ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. അവിടെ എന്താ കാണുന്നത്? ബ്ലീഡിങ് ഡ്രോപ്സ് ഓഫ് റെഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബ്ലഡാണ്? വേർ ഓൺ ദ ഡെക്ക് മൈ ക്യാപ്റ്റൻ ലൈറ്റ്സ്. എൻ്റെ ക്യാപ്റ്റൻ്റെ ബ്ലഡാണ്. സോ അസാസിനേഷൻ, കൊലപാതകമാണ് ഇവിടെ കാണിക്കുന്നത്. ആരുടെ? അബ്രഹാം ലിങ്കൻ്റെ. ബ്ലീഡിങ് ഡ്രോപ്സ് ഓഫ് റെഡ്, ചുവന്ന തുള്ളികൾ കാണാം. വേർ ഓൺ ദ ഡെക്ക്. ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷിപ്പിൻ്റെ ഭാഗമാണ്. മൈ ക്യാപ്റ്റൻ ലൈസ്. എൻ്റെ ക്യാപ്റ്റൻ കിടക്കുന്ന സ്ഥലത്ത്, അതായത് അബ്രഹാം ലിങ്കൻ കിടക്കുമ്പോൾ. ദാറ്റ് മീൻസ് അവിടെ അസാസിനേഷനാണ്. എങ്ങനെയാണ് അബ്രഹാം ലിങ്കൻ കിടക്കുന്നത്? ഫോളൻ കോൾഡ് ആൻഡ് ഡെഡ്. കോൾഡ്, തണുത്ത് മരവിച്ച് അവിടെ മരിച്ചു കിടക്കുകയാണ്. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. വീണ്ടും പറയാണ്. സോ പോയിറ്റിന് അല്ലെങ്കിൽ സ്പീക്കർക്ക് ക്യാപ്റ്റനോടുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ പറയാണ് ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. വീണ്ടും പറയാണ് റൈസ് അപ്പ്, എഴുന്നേൽക്കൂ. സോ ഇതാരാ പറയുന്നത്? അതിലത്തെ ആ ഷിപ്പിലൊരു സെയിലറാണ്. അദ്ദേഹമാണ് ഈ ഒരു പാട്ട് പാടുന്നത്. സോ ഹു ഈസ് ദ സ്പീക്കർ? സെയിലറാണ് കേട്ടോ. പിന്നെന്താ പറയുന്നത്? ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ, റൈസ് അപ്പ്, എഴുന്നേൽക്കൂ. ആൻഡ് ഹിയർ ദ ബെൽസ്. ഈ ഒരു ആഘോഷത്തിൻ്റെ മണിയടി ശബ്ദം കേൾക്കൂ. വീണ്ടും പറയാണ് റൈസ് അപ്പ്, ഉയർത്തെഴുന്നേൽക്കൂ. ഫോർ യു ദ ഫ്ലാഗ് ഈസ് ഫ്ലങ്. ഈ ഒരു കൊടി പാറുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്.
For you, it's for you, Captain. It's for you, Abraham Lincoln. The flag is flung. Flag is flung എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ലൈനിൽ തന്നെ കൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്നാ പറയാന്നാ പറഞ്ഞേ? അലിട്രേഷൻ. ഓക്കെ. റൈസ് അപ്പ്. ഫോർ യു ദ ഫ്ലാഗ് ഈസ് ഫ്ലങ്. ഫോർ യു ദ ബഗിൾ ട്രിൽസ്. ഫോർ യു അങ്ങേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ബഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രംപറ്റാണ്. ഒരു മണിയടി നല്ല ഡ്രമ്മൊക്കെ പോലത്തെ. അപ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അങ്ങേക്ക് വേണ്ടിയാണ് പറയാണ്. ഫോർ യു ബൊക്കേസ് ആൻഡ് റിബൺ റീത്ത്. അങ്ങേക്ക് വേണ്ടിയിട്ടാണ് ബൊക്കകളും പൂമാലകളും വരുന്നത്. ഫോർ യു എന്ന് പറയുന്നത് ആരാണ്? യു, അബ്രഹാം ലിങ്കൻ. അങ്ങേക്ക് വേണ്ടി ബൊക്കേസ് ആൻഡ് റിബൺ റീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാലകൾ വരുന്നു. ഫോർ യു ദ ഷോർസ് എ ക്രൗഡിങ്. ഷോറിൽ, തീരത്ത് കൂട്ടം കൂട്ടമായിട്ട് ജനക്കൂട്ടം ഓടിയെത്തുന്നതും അങ്ങയെ ഒരു നോക്ക് കാണാനാണ് എന്ന് പറയാണ്. ഫോർ യു ദേ കോൾ. അങ്ങയ്ക്ക് വേണ്ടിയാണ് അവർ വിളിക്കുന്നത്. അങ്ങയെയാണ് അവർ വിളിക്കുന്നത്. ഫോർ യു ദേ കോൾ. അവർ വിളിക്കുന്നത്. ദ സ്വേയിങ് മാസ്. സ്വേയിങ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൗഡ്, ജനാവലി. ദെയർ ഈഗർ ഫേസസ് ടേണിങ്. അവരുടെ ഈഗറായിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങൾ അങ്ങയെ കാണാനാണ് തിരയുന്നത്. അങ്ങയുടെ മുഖമാണ് തിരയുന്നത്. ഹിയർ ക്യാപ്റ്റൻ. നോക്കൂ ക്യാപ്റ്റൻ. ഡിയർ ഫാദർ. സോ ഡിയർ ഫാദർ എന്നിവിടെ ആരെ റെഫർ ചെയ്യുന്നത്? അബ്രഹാം ലിങ്കനെ തന്നെയാണ്. ഹിയർ ക്യാപ്റ്റൻ, ഡിയർ ഫാദർ, ദിസ് ആം ബിനീത്ത് യുവർ ഹെഡ്. എൻ്റെ കൈകൾ അങ്ങയുടെ തലയുടെ ബാക്കിലുണ്ട്. ഇറ്റ് ഈസ് സം ഡ്രീം ദാറ്റ് ഓൺ ദ ഡെക്ക് യു ഹാവ് ഫോളൻ കോൾഡ് ആൻഡ് ഡെഡ്. സ്വപ്നമാവട്ടെ, അങ്ങ് കോൾഡായിട്ട് തണുത്ത് മരിച്ചു കിടക്കുന്ന ഒരു സ്വപ്നമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ അബ്രഹാം ലിങ്കനോടുള്ള സ്നേഹമാണ് നമുക്ക്, സെയിലറുടെ സ്നേഹമാണ് നമുക്ക് ഈ ഒരു വരികളിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നേ? ഓക്കെ, പിന്നെന്താ പറയുന്നേ? മൈ ക്യാപ്റ്റൻ ഡസ് നോട്ട് ആൻസർ. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ക്യാപ്റ്റൻ ഒരു ഉത്തരവും നൽകിയില്ല. ഹിസ് ലിപ്സ് ആർ പെയിൽ ആൻഡ് സ്റ്റിൽ. അദ്ദേഹത്തിൻ്റെ ലിപ്സ് എങ്ങനെയായിരുന്നു? വളരെ പെയിലായിരുന്നു. ഹിസ് ലിപ്സ് ആർ പെയിൽ ആൻഡ് സ്റ്റിൽ. സോ പെയിൽ ആൻഡ് സ്റ്റിൽ അവിടെ എന്തിനെ കാണിക്കുന്നു? മരണപ്പെട്ടു, മരിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കുന്നു. മൈ ഫാദർ ഡസ് നോട്ട് ഫീൽ മൈ ആം. എൻ്റെ കൈകളെ ഫീൽ ചെയ്യുക, അനുഭവിക്കുക, അല്ലെങ്കിൽ തൊടുന്നത് അറിയാനായിട്ട് എൻ്റെ ഫാദറിന് സാധിക്കുന്നില്ല. ആരാണ് ഫാദർ? അബ്രഹാം ലിങ്കൻ. ഹി ഹാസ് നോ പൾസ് നോർ വിൽ. അദ്ദേഹത്തിന് പൾസോ മിടിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ഹീസ് നോ മോർ, ഹി ഹാസ് ഡൈഡ്. ദ ഷിപ്പ് ഈസ് ആങ്കേർഡ് സേഫ്. ഒരു കാര്യം ഉറപ്പാണ്, ഷിപ്പ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈസ് ആങ്കേർഡ് സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതമായിട്ട് തീരത്തണഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്ക യുദ്ധം ജയിച്ചു, അവർ സേഫായി. ഇറ്റ്സ് വോയേജ് ക്ലോസ്ഡ് ആൻഡ് ഡൺ. അതിൻ്റെ യാത്ര അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കൻ സിവിൽ വാർ അവസാനിച്ചു. ഫ്രം ഫിയർഫുൾ ട്രിപ്പ്. ഭയാനകമായിട്ടുള്ള ആ ട്രിപ്പിൽ നിന്നും. ദ വിക്ടർ ഷിപ്പ്. വിജയിച്ചുകൊണ്ട് അമേരിക്ക സിവിൽ വാറിൽ നിന്നും വന്നു. ഇൻ വിത്ത് ഒബ്ജക്റ്റ് വോൺ. ആഗ്രഹിച്ചതൊക്കെ നേടിക്കൊണ്ട്. എക്സാൾട്ടോ ഷോർസ്. എല്ലാ തീരത്തും ആഘോഷമാണ്. ആൻഡ് റിംഗ് ഓ ബെൽസ്. മണിനാദങ്ങൾ മുഴങ്ങുന്നു. ബട്ട് പക്ഷേ ഐ എന്ന് പറഞ്ഞാൽ അവിടെ ആരായിരിക്കും? സെയിലറായിരിക്കും അല്ലേ? ഈ ഒരു സോങ് നമുക്ക് പാടിത്തരുന്ന ഒരു സെയിലർ ഉണ്ട്. അദ്ദേഹം എന്താ പറയുന്നേ? വിത്ത് മോൺഫുൾ ത്രെഡ്. അദ്ദേഹത്തിന് സങ്കടമാണ്, മോൺഫുള്ളാണ്, കരയാനാണ് തോന്നുന്നത്. വാക്ക് ദ ഡെക്ക് മൈ ക്യാപ്റ്റൻ ലൈസ്. ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ക്യാപ്റ്റൻ കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അബ്രഹാം ലിങ്കൻ മരിച്ചു കഴിഞ്ഞ, മരണപ്പെട്ട് കിടക്കുന്ന അവിടേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് കിടക്കുന്ന ക്യാപ്റ്റൻ? ഫോളൻ കോൾഡ് ആൻഡ് ഡെഡ്. തണുത്ത് മരവിച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്. ഇവിടെ അമേരിക്കൻ സിവിൽ വാർ, ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ക്യാപ്റ്റൻ അബ്രഹാം ലിങ്കൻ, ഫാദർ എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കനാണ്. ഇതൊരു സോങ് നമുക്ക് സങ് ചെയ്ത് തരുന്നത് ആരാണ്? ദ പോവം ഈസ് ഇൻ ദ ഫോം ഓഫ് എ സോങ് സങ് ബൈ എ സെയിലർ. അത് ഓർമ്മ വേണം. പക്ഷെ സെയിലറിന് ആഘോഷിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഷിപ്പിലെ നാവികന് പറ്റുന്നില്ല. കാരണം എന്താ? ക്യാപ്റ്റൻ ഡൈഡ്. അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ കേട്ടോ.
ഇവിടെ പോർട്ട് കാണിക്കുന്നത് പീസ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പീപ്പിൾ ആണെന്ന് പറഞ്ഞു. ഇത് കീലെന്താന്ന് പറയുന്നുണ്ട്. ഇത് ജേണി ആസ് അവിടെ ഈ ഒരു ജേണി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ സിവിൽ വാർ എൻഡ് ചെയ്തു എന്ന് പറയാണ്. ദെൻ ഷിപ്പ് സിംബലൈസസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും ദ പ്രൈസ് ഷോസ് ദ വിൻ ഓഫ് ദ യൂണിയൻ. ഇവിടെ പ്രൈസ് PRIZE പ്രൈസ് സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? ജയം. ആരുടെ ജയം? അമേരിക്കയുടെ ജയത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ സ്പീക്കർ ഇമാജിൻ ചെയ്യുന്നു ലിങ്കിങ് ഈ ഒരു സെയിലർ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കൈകൾ കൊണ്ട് ലിങ്കൻ്റെ തല പിടിക്കണം. അതൊരു പേഴ്സണലായിട്ടുള്ള സങ്കടമാണ് കാണിക്കുന്നത് കേട്ടോ. ഹീസ് ട്രൈങ് ടു ബിലീവ് ദാറ്റ് ലിങ്കൻ ഈസ് ട്രൂലി ഗോൺ. അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് അബ്രഹാം ലിങ്കൻ മരിച്ചു കഴിഞ്ഞു എന്ന്. ഓക്കെ, ഇവിടെ വീണ്ടും അബ്രഹാം ലിങ്കൻ്റെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 സിഗ്നിഫിക്കൻറ്റ് വിക്ടറീസ്, 2 വിജയങ്ങളെക്കുറിച്ച്. അദ്ദേഹം എന്താ ചെയ്തേ? അബ്രഹാം ലിങ്കൻ ചെയ്ത ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്താ? അബോളിഷൻ ഓഫ് സ്ലേവറി, അടിമത്വം അവസാനിപ്പിച്ചു. ഇൻ അമേരിക്കയിൽ. രണ്ടാമതോ ദ യൂണിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ദ കൺട്രി ആഫ്റ്റർ ടൾമൂട്ടിയസ് പീരീഡ് ഓഫ് സിവിൽ വാർ. സിവിൽ വാറിന് ശേഷം രാജ്യത്തെയും ജനങ്ങളെയും ഒന്നിപ്പിച്ചു. ദ പോം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൻ എലിജി. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കവിത നമുക്ക് എലിജി ആണെന്ന് പറയാം. എലിജി എന്ന് പറഞ്ഞാൽ എന്താ? വിലാപകാവ്യം. ഒരാൾ മരിക്കുമ്പോൾ ആ സങ്കടത്തിലൊക്കെ എഴുതുന്ന പോയട്രീനെയാണ് നമ്മൾ എലിജി എന്ന് പറയുക. സോ ഇതൊരു എലിജി ആണെന്ന് പറയാം. കമ്പോസ്ഡ് ടു, ഇത് എഴുതിയിട്ടുള്ളത് ബഹുമാനപൂർവമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? മച്ച് റിവേർഡ് പ്രസിഡൻറ്റ്, അത്രയും ബഹുമാന്യനായിട്ടുള്ള അബ്രഹാം ലിങ്കന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഓഥർ ഞാൻ പറഞ്ഞു വാൾട്ട് വിറ്റ്മാൻ ആണ്. ബോൺ 1819, ഡൈഡ് 1892. ഒരു അമേരിക്കൻ പോയിറ്റ്, എസ്സേയിസ്റ്റ്, ജേർണലിസ്റ്റ്, who's among the most influential poets in American canon. അമേരിക്കൻ പോയട്രിയുടെ ഫേമസ് പോയറ്റ് തന്നെയാണ് വാൾട്ട് വിറ്റ്മാൻ. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫ്രീ വേഴ്സിന് പിതാവ് എന്ന് അറിയപ്പെടുന്നു. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോൺട്രവേഴ്സ്യൽ കളക്ഷൻ ഓഫ് പോയംസ്. എന്താണ് ആ ഒരു പോയട്രി കളക്ഷൻ്റെ പേര്? ലീവ്സ് ഓഫ് ഗ്രാസ് എന്നാണ്. മറ്റൊരു പോപ്പുലർ വർക്ക്സ് ഏതാണ്? നോവലുണ്ട്, ഫ്രാങ്ക്ലിൻ ഇവാൻസ്. പിന്നെ ഒരു പോയട്രി കളക്ഷൻ എന്താ? ഡ്രം ടാംസ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ വർക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ള വർക്ക് ഉണ്ട്, ഡെമോക്രാറ്റിക് വിസ്റ്റാസ്. ദ പോവം വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ്. ഈ ഒരു പോവം നമ്മൾ പഠിക്കുന്ന ഈ ഒരു പോവം അലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ പഠിക്കുന്ന ഈ ഒരു പോവം ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന ഒരു പാംഫ്ലെറ്റിലാണ്. പാംഫ്ലെറ്റ് സീക്വലാണ് ടു ഡ്രം ടാപ്സ് ദാറ്റ് കണ്ടെയ്ൻ 18 പോയംസ് ഓൺ അമേരിക്കൻ സിവിൽ വാർ. അതിൽ അമേരിക്കൻ സിവിൽ വാറിനെ കുറിച്ച് 18 കവിതകളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത്. അതിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ലാസ്റ്റ് ലൈനൊന്നും പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ.